നമസ്കാരം. ട്രംപിനെ കൊല്ലുന്നത് നെതന്യാഹു. ഇസ്രായേൽ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽ ട്രംപ്. ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിയിട്ടത് സത്യത്തിൽ ഇസ്രായേൽ തന്നെയല്ലേ? സ്വന്തം നാട് നോക്കാതെ, സ്വന്തം സൈനികരുടെ ജീവൻ പോലും നോക്കാതെ അവരെ അപകടത്തിലാക്കുന്ന നടപടിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ്. സത്യത്തിൽ നെതന്യാഹുവിൻ്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് രക്ഷപ്പെടാനാകാതെ ട്രംപ് നിലവിളിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പുകയുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നു. അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾ ബലികഴിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചുയക്കുകയായിരുന്നു എന്നാണ് കമലാ ഹാരിസിന്റെ ആരോപണം. ഡീട്രോയിൽ നടന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ടി ഫണ്ട് സ്വീകരണ പരിപാടിയിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ബോംബ് പ്രയോഗമാണ് കമല ഏർപ്പെടുത്തിയത്. അമേരിക്കൻ ജനത ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമുഖത്തേക്കാണ് ട്രംപ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന നെതന്യാഹു ആണ് എന്ന് കമലാ ഹാരിസ് ആഞ്ഞടിക്കുകയാണ്.